പലപ്പോഴും പത്രത്തിൽ ഉദ്ധരണി ചേർത്ത വാക്കുകൾ കാണാറുണ്ട്. സിംഗിൾ കൊട്ടേഷനാണ് പലപ്പോഴും അവിടെ കാണുന്നത്. പലപ്പോഴും നമുക്ക് വായനക്കാർക്ക് അപരിചിതമായ ഏതെങ്കിലും വാക്കായിരിക്കും ഇതുപോലെ ഉദ്ധരണിക്കുള്ളിൽ കാണപ്പെടുന്നത്. ഒരു വാക്കിന് പുതിയ അർത്ഥം കൈവരുമ്പോൾ അത് സൂചിപ്പിക്കാനായിട്ടും ഉദ്ധരണി ഉപയോഗിക്കാറുണ്ട്. കാരണം എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് വായനക്കാർക്ക് മനസ്സിലാകണമല്ലോ. ഇത് പറയാൻ കാരണം കഴിഞ്ഞ കുറേ ദിവസമായി പത്രങ്ങളിൽ കാണുന്ന ഒരു വാക്കുണ്ട്, രക്ഷാപ്രവർത്തനം. പത്രത്തിൽ രക്ഷാപ്രവർത്തനം എന്ന് കാണുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ആളുകളെ രക്ഷിക്കലാണോ അതോ വഴിയിലിട്ട് ശിക്ഷിക്കലാണോ എന്നതിനെക്കുറിച്ചൊരു സംശയം തോന്നിയേക്കാം. അത് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടാമത് പറഞ്ഞ തരത്തിലുള്ള അർത്ഥമാകുമ്പോൾ ഒരു കൊട്ടേഷനിലിട്ട് ആ വാക്ക് എഴുതുന്നത്. രക്ഷാപ്രവർത്തനം എന്ന വാക്കിന് ഇന്നുള്ളത് 2 തരം അർത്ഥമാണെന്ന് പറഞ്ഞല്ലോ. രണ്ടും ഏതാണ്ട് വിപരീത രീതിയിലുള്ള അർത്ഥമാണ്. അതുകൊണ്ട് ഇതുപോലെ സിംഗിൾ കൊട്ടേഷനിൽ ഇടാതെ തരമില്ല എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ED പിണറായിലെത്തി എന്ന ഒരു വാർത്ത മാതൃഭൂമിയിൽ കണ്ടപ്പോൾ അതിനോടൊപ്പം രക്ഷാപ്രവർത്തനം എന്ന് കണ്ടു. അവിടെ ഉദ്ധരണി ഒന്നുമില്ല. എന്ന് വെച്ചാൽ രക്ഷാപ്രവർത്തനം എന്ന് വെച്ചാൽ അർത്ഥം ഈ രീതിയിൽ മാറിയെന്ന് പത്രം പറയും പോലെ തോന്നുന്നു.